ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം Prepwise. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു ന്യൂ ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ മെന്റൽ എബിലിറ്റി പ്ലസ് ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിംഗിലെ CUET UG 2023 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു അനാലജി ബേസ്ഡ്, അതായത് ഒരു നോൺ വെർബൽ അനാലജി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഫൈൻഡ് ദ മിസ്സിംഗ് ഫിഗർ ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. അപ്പൊ മിസ്സിംഗ് ഫിഗർ കണ്ടെത്തുക, ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫിഗറിൽ നിന്ന് ഈ ഒരു ഫിഗറിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഈ എലമെന്റ്, അതായത് ഇവിടെ ഒരു ട്രയാങ്കിൾ ആണ് ഉണ്ടായിരുന്നത്. അപ്പൊ രണ്ടാമത്തെ ഒരു ഫിഗറിലേക്ക്, ഇവിടുന്ന് ഈ ഒരു ഫിഗറിലേക്ക് വരുന്ന സമയത്ത് അതിന്റെ അഡ്ജസന്റ് ആയിട്ടുള്ള രണ്ട് കോർണേഴ്സിലും ആ സെയിം എലമെന്റ് വന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മൂലയിൽ ഈ ഒരു സർക്കിൾ ആണുള്ളത്. അപ്പൊ അതിന്റെ അഡ്ജസന്റ് ആയിട്ട് ഈ രണ്ട് മൂലയിലും സർക്കിൾ വരുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ അല്ലല്ലോ, തീർച്ചയായിട്ടും അല്ല. ഈ ഒരു ഓപ്ഷനും അല്ല, ഈ ഒരു ഓപ്ഷനും അല്ല. ഓപ്ഷൻ 3 തന്നെ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി രണ്ടാമത്തെ ഒരു എലമെന്റും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. രണ്ടാമത്തെ ഒരു എലമെന്റ് ഇപ്പൊ ഇവിടെ ഈ ഒരു വര വന്നു, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വരയും കൂടി എക്സ്ട്രാ വന്നു. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഈ ഒരു വര വന്നാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് രണ്ട് വര വരും, അല്ലെങ്കിൽ രണ്ട് ലൈൻ വരും. ആ രീതിയിൽ തന്നെയാണ് ഓപ്ഷൻ സിയിൽ വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ജസ്റ്റ് ഒരു ഒബ്സർവേഷനിലൂടെ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. Choose the set of numbers from the four alternatives sets that is similar to given set. അപ്പൊ തന്നിരിക്കുന്ന ആ സെറ്റിന് സമാനമായിട്ടുള്ള ഏതെങ്കിലും സെറ്റ് താഴെ ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് നോക്കാം. അപ്പൊ നോക്കാം, 8, 12, 18. അപ്പൊ +4 നെക്സ്റ്റ് +6 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ +6 +6 അതെ ഒരിക്കലും അല്ല. നെക്സ്റ്റ് ഇവിടെ +4, ഇവിടെയും +4 അതുമല്ല. നെക്സ്റ്റ് ഇവിടെ നോക്കുന്ന സമയത്ത് +4 +7 ആണ് വരുന്നത്, അതുമല്ല. ഇവിടെ നോക്കുന്ന സമയത്ത് +4 അതുപോലെ തന്നെ +6. ഓപ്ഷൻ 3 ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവാം. ബേസിക് ക്വസ്റ്റ്യൻ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫൈൻഡ് ദി മിസ്സിംഗ് ടേം ഇൻ ദ ഗിവൺ സീരീസ്. താഴെ തന്നിരിക്കുന്ന സീരീസിലെ മിസ്സിംഗ് ടേം കാണാം. അനാലിറ്റി ആണ്, നമ്പർ അനാലിറ്റി ആണ്. ഓക്കെ, 20:17. ഓക്കെ, ഇവിടെ എങ്ങനെ റിലേഷൻ വന്നിട്ടുള്ളത്? 20യുടെ ഹാഫ് എടുത്തു, 20 ഡിവൈഡ് ബൈ 2, ദാറ്റ് മീൻസ് 10 ആണ്. ആ 10ലോട്ട് 7 ആഡ് ചെയ്തു, 17 കിട്ടി. അങ്ങനെയാണെങ്കിൽ സെയിം കാര്യം 104ന്റെ ഹാഫ് എടുത്തു, ദാറ്റ് മീൻസ് 52 വന്നു. 52ലേക്ക് 7 ആഡ് ചെയ്തു, 59 കിട്ടി. ആണല്ലോ, ദാറ്റ് മീൻസ് ഓപ്ഷൻ 3 59 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ആൻസർ ഫിഗർ വിച്ച് ക്യാൻ ബി ഫോംഡ് ഫ്രം ദി പീസസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ഫിഗർ. ക്വസ്റ്റ്യൻ ഫിഗറിൽ കൊടുത്തിട്ടുള്ള ആ ഒരു പീസസ് വെച്ചിട്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന ഫിഗർ ഏതാന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഏതാണ്. ഓപ്ഷൻ ബി ആണല്ലോ. നോക്കുക, ഈ ഒരു ഫിഗർ അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണല്ലോ അവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ 4 രീതിയിലേക്ക് അല്ലെങ്കിൽ 4 ഭാഗത്തേക്കും അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു രീതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതൊരിക്കലും ആവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 1 2 3 4 5 6 7 8 ട്രയാങ്കിൾസ് വരുന്നുണ്ട്. ഇവിടെ എത്ര ട്രയാങ്കിൾ വരുന്നുള്ളൂ? ഇവിടെ ആകെ 4 ട്രയാങ്കിൾ വരുന്നുള്ളൂ. അതും ആവില്ല. ഇവിടെയും തീർച്ചയായിട്ടും ഈ ഓപ്ഷൻ തീർച്ചയായിട്ടും വരില്ല. പിന്നെ നമുക്കൊരു ഡൗട്ട്ഫുൾ ആവുക ഈ ഒരു സെഷന് പേരിലാണ്. പക്ഷെ അവിടെ ട്രയാങ്കിൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. അതും നമുക്ക് കൊടുത്തിരിക്കുന്ന ട്രയാങ്കിൾ രണ്ടും എന്താണ്, ജസ്റ്റ് ഡിഫറെന്റ് ആണ്. കൂടുതൽ നമുക്ക് യോജ്യമായിട്ട് വരുന്നത് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി തന്നെയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ സെർട്ടൈൻ കോഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇൻ എ സെർട്ടൈൻ കോഡ്. ഇപ്പൊ ഇവിടെ ഏത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്? കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. അതും ഒരു ഡയറക്റ്റ് കോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഗോൺ ഈസ് റിട്ടൺ ആസ് ഫോർ ഒരു പെർസെന്റേജിന്റെ ചിഹ്നം 1 ഒരു സ്റ്റാർ. മെഡൽ ഈസ് റിട്ടൺ ആസ് 2 സ്റ്റാർ 7 അറ്റ്. Then how will gold be written in that code? അപ്പൊ ഗോൾഡ് എങ്ങനെയാണ് എഴുതാന്നുള്ളത് നോക്കാം. ഡയറക്റ്റ് കോഡ് ആണ് ഞാൻ പറഞ്ഞു. ജിന്റേത് 4, ഓന്റേത് ആ ഒരു പെർസെന്റേജ് ചിഹ്നം ആ രീതിയിൽ തന്നെയാണ് വരിക. അപ്പൊ 4 വന്നു, ഹാഷ് വന്നു. ഇനി L ആണ്, L ലാസ്റ്റ്, അതായത് അറ്റ് ആണ്. നെക്സ്റ്റ് D മിഡിലത്തെ ടേം ആണ് 7. അപ്പൊ 4 ഹാഷ് അറ്റ് 7, 4 പെർസെന്റേജ് അറ്റ് 7. അപ്പൊ 4% അറ്റ് 7. ഓപ്ഷൻ സി ആണെങ്കിൽ ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. If first 3 letters of the word sociologist are reversed. അപ്പോ ഫസ്റ്റ് 3 letters റിവേഴ്സ് ചെയ്യാനാ പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് റിവേഴ്സ് ചെയ്യാണ്. COS. ഓക്കെ ആണല്ലോ. ബാക്കിയുള്ള അതേപോലെ ഇതാണ് OIOLOGIST. ഓക്കെ, then the last 3 letters are added. അപ്പൊ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ഞാൻ ഇതേ രീതിയിൽ തന്നെ ഈ ഫസ്റ്റ് 3 letters എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്ത് എഴുതി. എന്നിട്ട് ലാസ്റ്റത്തെ 3 ലെറ്റർ ആഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ IST എന്നുള്ള ലാസ്റ്റത്തെ 3 ലെറ്റർ ആഡ് ചെയ്ത് then the remaining letters are reversed. അപ്പൊ ഏതൊക്കെ റിമൈനിങ് ലെറ്റേഴ്സ്? ഇത്രയും ലെറ്റേഴ്സ് റിമൈനിങ് ആണ്, അത് റിവേഴ്സ് ചെയ്ത് എഴുതാം. ഓക്കെ,
റിവേഴ്സ്ഡ് ആൻഡ് ആഡഡ്. ജസ്റ്റ് റിവൈസ് ചെയ്തിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് എനിക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ then which letter will be exactly in the middle ഏത് ലെറ്റർ ആണ് ഉണ്ടാവുക. അപ്പൊ എത്ര ലെറ്റർ ഉണ്ടെന്നുള്ള ജസ്റ്റ് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 ആണ്. അപ്പൊ ആറാമത്തെ ലെറ്റർ ആയിരിക്കും മിഡിൽ. അപ്പൊ 3 4 5 6 ടി ആണ് നമ്മുടെ മിഡിൽ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വീനസ് ഈസ് ടു എർത്ത് ആസ് മെർക്കുറി ഈസ് ടു. ഓക്കെ, അപ്പൊ വീനസ് അതിന് എർത്തുമായിട്ട് റിലേഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മെർക്കുറി ഏതായിരിക്കും എന്നുള്ളത്. അപ്പൊ എർത്തുമായിട്ട് അല്ലെങ്കിൽ ഭൂമിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പ്ലാനറ്റ് ആണ് വീനസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മെർക്കുറി തീർച്ചയായിട്ടും ഏറ്റവും അടുത്ത് വരുന്നത് സണ്ണുമായിട്ടാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി മിസ്സിംഗ് ടേം ഇൻ ദ ഗിവൺ സീരീസ്. ഏതൊക്കെയാണ്? ഡി എഫ്, ജി ജെ, കെ എം, എൻ ക്യു, ആർ ടി. നോക്കാം. D4 ആണ്. ന്യൂമറിക്കൽ വാല്യൂ നമ്മൾ എടുക്കാണ്. ജസ്റ്റ് G7, K11, N14, ഇവിടെ R 18 ആണ്. അപ്പൊ ഇവിടുന്ന് ഇവിടേക്ക് വരുന്ന സമയത്ത് +3 ആണ്. നെക്സ്റ്റ് ഇവിടുന്ന് വീണ്ടും +4 വന്നു. ഇവിടുന്ന് വീണ്ടും +3 വന്നു. നെക്സ്റ്റ് +4 വന്നു. +3 +4 +3 +4. അപ്പൊ വീണ്ടും +3 തന്നെ വരും. അപ്പൊ 18 +3 എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര വരാം? 18 +3 എന്ന് പറയുമ്പോൾ 21 ആണ്. 21th ലെറ്റർ U ആണ്. അപ്പോ ഈ ഓപ്ഷൻ നമ്മുടെ ആൻസർ ആവില്ല. ഈ ഒരു ഓപ്ഷനും നമ്മുടെ ആൻസർ ആവില്ല. നെക്സ്റ്റ് ഇവിടെ ന്യൂമറിക്കൽ വാല്യൂ എടുക്കാണ്. 6 10 13 17 20. അപ്പൊ +4 +3 +4 +3 നെക്സ്റ്റ് +4 ആയിരിക്കും. അപ്പോ T +4 അതായത് 20 +4 എന്ന് പറയുമ്പോൾ 24. 24ാമത്തെ ലെറ്റർ X ആണ്. അപ്പൊ UX ആയിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. UW നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് കാറ്റ് ഈസ് 12 then lion is. കാറ്റ് കോഡ് ചെയ്തിട്ടുള്ളത് 12 എന്നുള്ള രീതിയിലാണ്. എങ്ങനെയാ വന്നത്? ജസ്റ്റ് കാറ്റിന്റെ ന്യൂമറിക്കൽ വാല്യൂ ആണ് എടുക്കാണ്. 1 സീന്റെ ന്യൂമറിക്കൽ വാല്യൂ 3 ആണ്. എന്റെ ന്യൂമറിക്കൽ വാല്യൂ 1 ആണ്. ടീന്റെ ന്യൂമറിക്കൽ വാല്യൂ 20 ആണ്. മൂന്നും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് 24 കിട്ടും. 24 ഡിവൈഡ് ബൈ 2 ആണ് 12 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലയന്റെ എടുക്കാം. ലയൺ JKL 12 ആണ്. നെക്സ്റ്റ് I 9 ആണ്. O 15 ആണ്. അതുപോലെ തന്നെ N ആണെങ്കിൽ ഓൾമോസ്റ്റ് 14 ആണ്. ഓക്കെ, 10 20 30. ഓക്കെ, 32 41 46 50. ടോട്ടൽ 50 ആണ് വരുന്നത്. 50 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 25 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Given below are two statements. One is labeled as assertion and other is labeled as reason. ഓക്കെ, അസേഷൻ ആൻഡ് റീസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒരു അസേഷൻ ഉണ്ട്, ഒരു റീസൺ ഉണ്ട്. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ ആദ്യം അസേഷൻ ട്രൂ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതിനുശേഷം തന്നിരിക്കുന്ന റീസൺ ട്രൂ ആണോ എന്നുള്ളതും ചെക്ക് ചെയ്യാം. ഓക്കെ, ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ നോക്കാം. എന്നിട്ട് അതും കഴിഞ്ഞിട്ടുള്ള അടുത്ത ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന അസേഷന്റെ കറക്റ്റ് റീസൺ ആണോ R എന്ന് പറയുന്ന ആ റീസണിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ എന്തായി? ആൻസർ ആയി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അസേഷൻ നോക്കാം. എർത്ത് ഈസ് ദ ഓൺലി പ്ലാനറ്റ് നോൺ ടു ഹാവ് ലൈഫ്. ഓക്കെ, ലൈഫ് ഉള്ള അല്ലെങ്കിൽ ലൈഫ് കണ്ടുപിടിച്ച ഉണ്ട് നമ്മൾ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഏക പ്ലാനറ്റ് എന്ന് പറയുന്നത് എർത്ത് മാത്രമാണെന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ആസ് ഓഫ് നൗ എർത്ത് മാത്രമാണല്ലേ. അപ്പൊ ആ ഒരു അസേഷൻ എന്താണ്? ട്രൂ ആണ്. നെക്സ്റ്റ് റീസൺ പറയുന്നത് എർത്ത് ഹാസ് ആൻ അറ്റ്മോസ്ഫിയർ വിച്ച് ഈസ് എ മിക്സ്ചർ ഓഫ് ഓക്സിജൻ, നൈട്രജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോ എർത്തിന് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അതിൽ ഏതൊക്കെയുണ്ട്? ഓക്സിജനും നൈട്രജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ആയിട്ടുള്ള ഒരു മിക്സ്ചർ ഉണ്ട് എന്നുള്ളതാണ്. അതും എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായതുകൊണ്ട് തന്നെയല്ലേ എർത്തിൽ ലൈഫ് പോസിബിൾ ആവുന്നത്. വേറെ റീസൺസ് ഉണ്ടാവാം, പക്ഷെ ഇതും കറക്റ്റ് ആയിട്ടുള്ള റീസൺ തന്നെയല്ലേ? തീർച്ചയായിട്ടും ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? എയും ബിയും അല്ലെങ്കിൽ അസേഷനും അതുപോലെ തന്നെ റീസണും കറക്റ്റ് ആണ്. അതുപോലെ തന്നെ അസേഷന്റെ കറക്റ്റ് റീസൺ ആയിട്ട് തന്നെയാണ് എന്ത് വന്നിട്ടുള്ളത്? ആ ഒരു റീസൺ വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നോക്കാം. ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ് ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളത് നമുക്ക് അവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. നിങ്ങൾക്ക് കൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായും അടുത്തൊരു സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ബൈ.